ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദി ഗെയിമിംഗ് ഡോട്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റിൻ്റെ 1 ബ്ലോക്കിൻ്റെ പാർട്ട് 5 ആണെന്നാണ് ഗൈസ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ്, ഞാൻ അധികം ഉണ്ടോ വന്നിട്ടല്ല, നമുക്ക് വീഡിയോയിൽ തന്നെ പോവാം. ഓൾസോ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊന്ന് തംബ്നെയിൽ എടുക്കാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുവഴി ഒന്ന് പോയി ആ ഒരു പൊസിഷൻ കുറച്ച് മണ്ടയിലോട്ടൊന്ന് പോയതാണ് ഗൈസ്. ഒരു ഡെത്ത് സംഭവിച്ചു ഗൈസ്, ചത്ത് കയ്യിലിരുന്ന സാധനങ്ങളൊക്കെ പോയി. എനിവേ കുഴപ്പമൊന്നുമില്ല ഗൈസ്, കാരണം അത് സ്റ്റോണൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ച് വെച്ചിരിക്കും. കാരണം നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം നമുക്കൊരു അയണൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായി. ഓൾസോ ഗൈസ്, നമ്മുടെ ചാനൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 99 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓൾസോ ലൈക്കും കൂടി ചെയ്ത് ഗൈസ്. വീഡിയോ വേണേലും വീഡിയോയിലോട്ട് കിടക്കാൻ നമുക്കൊരു സ്റ്റോൺ പിക്കാക്സ് തന്നെ ഫസ്റ്റ് ഉണ്ടാക്കണം. ഇന്നൊരു വീഡിയോയിലെങ്കിലും ഡെത്ത് ഇല്ലാണ്ടിരിക്കണം. നമുക്ക് വുഡ് വേണ്ട, നമുക്കൊരു സ്റ്റോൺ ആക്സ്, അതും പോയി, സ്റ്റോൺ ആക്സും പോയി. നമ്മളെ ക്രാഫ്റ്റ് ടേബിൾ എല്ലാം മറന്നു പോയി, കുറച്ചായില്ലേ. ആക്സ് അല്ല, വിക്കാക്സ് ഉണ്ടാക്കിയാൽ പോരെ, അതായിരിക്കും കേസ് നല്ലേ. ആക്സും കൊണ്ട് വെട്ടാൻ പറ്റുന്നതല്ല നമുക്ക് നമ്മുടെ കൈ കൊണ്ടും വെട്ടാം, പക്ഷേ പിക്കാക്സും കൊണ്ട് വെട്ടാൻ പറ്റുന്ന ഒന്നും നമുക്ക് കൈ കൊണ്ട് വെട്ടാൻ പറ്റില്ല. എല്ലാ റിസോഴ്സസും വളരെ എന്താ പറയുക, അതാണ് കേസ്. അതാണ് കേസ്, നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ വാല്യുബിൾ ആണ് കേസ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഇടയ്ക്ക് വല്ലതൊക്കെ സ്പോൺ ആയി കഴിഞ്ഞാൽ പണി കിട്ടും കേസ്. നൈറ്റ് മൈനിങ് ഭയങ്കര ഡേഞ്ചറാണ് കേസ്. നമ്മളിപ്പോൾ 510 ബ്ലോക്ക്. ആരാണ് ഈ വന്ന് നിൽക്കുന്നത് എന്ന് നോക്കൂ ഗൈസ്. പിന്നെ എങ്ങനെ കൊല്ലും? ഏയ് പ്ലീസ് പ്ലീസ്, മരം ഉണ്ടായിരുന്നുണ്ട്. അടുത്തോട്ട് പോകാൻ പേടി ഗൈസ്. ഒരടിയും കൂടെ കൊടുത്താൽ ചിലപ്പോൾ ഡയ്യാവും. പിന്നെ അങ്ങ് ആ മൂലയ്ക്ക് വരിക്കും, അവിടെ ആരാ ഉണ്ട്? ഓ എൻ്റെ ഗൈസ്, ഒരു വിധത്തിൽ തട്ടി. പേടിച്ചിരിക്കരുത് ഞാൻ, കാരണം എങ്ങനെ പൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ് സാധനങ്ങളും പോവും. കോപ്പിൾസോൺ എപ്പോഴും ഒരു 3 എണ്ണമെങ്കിലും അവിടെ വെക്കണം ഗൈസ്, എന്നാലേ നമുക്ക് അയൺ ഒരു 2 എണ്ണം അവിടെ കിട്ടിയ എപ്പിസോഡിൻ്റെ തുടക്കം നല്ല തുടക്കമാണ്. അയൺ നോക്കി ഇവിടെ വെക്കാം ഗൈസ്. ടോർച്ച് എണ്ണം ഉണ്ട് തന്നെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ടോർച്ച് വെക്കാൻ വേണ്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് ആടിയപ്പോഴല്ലേ നമുക്ക് ഡെത്ത് സംഭവിച്ചു. എന്തിൻ്റെ സൂക്കേടായിരുന്നു ഇത് എനിക്കന്നേരം, ചുമ്മാ പോയി ചത്ത്. ഓ ഇതൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. വരട്ടെ, നമുക്ക് ബാക്കി അങ്ങനെ മൈൻഡ് ചെയ്യാം ഗൈസ്. ഇങ്ങനെ മൈൻഡ് ചെയ്ത് കോബിൾസ്റ്റോൺ കിട്ടി. ഓക്കെ. പശു, മഷ്റൂം കൗ. കോബിൾസ്റ്റോൺ കിട്ടുന്നതല്ലേ, നമുക്ക് അപ്പപ്പോൾ പെട്ടിയിലോട്ട് എടുത്ത് വെക്കാം. ഇല്ലെങ്കിൽ ഇനി റിസോഴ്സസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല ഗൈസ്, അതാണ് വേറെ പ്രശ്നം. ഇതങ്ങ് തുറന്നു കൊടുക്കാം. പശു ഇറങ്ങിപ്പോടാ. മാൻ അടാ, എന്നെ പശു വെളിയിലോട്ട് കാടി കയറിപ്പോ. പോടാ കയറി, നാണമുണ്ടോ? അങ്ങോട്ട് ചെറിയൊരു സെറ്റപ്പ് പോണത് കൊടുക്കാം. ഇതും ഒരു ഡേർട്ടും കൂടി അങ്ങ് വെക്കാം ഗൈസ്. ഇവിടെ ഇതിങ്ങനെ വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഉണ്ടാവും. ആ പശു ഒരടി കൊടുത്ത് ചാവും ഗൈസ്. എന്നാ അവനതുവരെ അങ്ങനെ നടക്കട്ടെ, പിന്നെ അങ്ങനെ നോക്കാം. ഓക്കെ, ഇപ്പം 2 ഡേർട്ട് വിഷ് ചെയ്യും. ഈ വിഷയം കുറച്ചും കൂടി മൈൻഡ് ചെയ്യട്ടെ. അവ നമുക്ക് ചെസ്റ്റ് വന്നു, അതിൻ്റെ അകത്ത് 2 ബോണും 2 സ്ട്രിങ്ങും ഉണ്ട് ഗൈസ്. അഗൈൻ ഗൈസ്, ആ അതിഥി നമ്മുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട അതിഥി ഇവിടെ നിൽക്കുന്നുണ്ട്.
ഒരടി കൊടുത്തു. ഓ ഈ പശു താഴത്തോട്ടെങ്ങാനും. അയ്യോ ഒത്തിരി എടുത്തിട്ട്. ഓക്കെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവമാണത്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ജീവിയാണ് ഈ മൈൻക്രാഫ്റ്റിലെ ക്രീപ്പർ. വേറെ എന്ത് ജീവി എന്നാലും നമുക്ക് അതിനെ തടുക്കാൻ പറ്റും കഴിച്ചു. ക്രീപ്പർ പ്രത്യേകിച്ച് ഇതുകൊണ്ട് 1 ബ്ലോക്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോക്ക് കുറേ പോകും കഴിച്ചു. വേറൊരു അതിഥിയും കൂടി വന്നിരിക്കുകയാണ്. നൈറ്റ് മൈനിങ് ഭയങ്കര ഡേഞ്ചറാണ് ഐസ്. അതുകൊണ്ടാണ് ഐസ് ഇങ്ങനെയൊക്കെ വരണേ. അവനെ പിന്നെ കൊന്നു കഴിഞ്ഞാൽ ഉപകാരമുണ്ട്, സ്ട്രിങ് ഉണ്ട്. നമുക്ക് എല്ലായിടത്തും ഈ പെട്ടിക്കത്തോട്ടെങ്ങാനും വെക്കാം കൈസ്. വെറുതെ തന്നെ അതിൻ്റെ കയ്യിലിരിക്കണ സാധനങ്ങളൊക്കെ കളയാൻ നിൽക്കണേ. ഓൾറെഡി ഇന്ന് എന്താ നമുക്ക് ഇച്ചിരി പ്രോഗ്രസ് ഫൈഡ് ചെയ്യാൻ പറ്റണം. ഇന്ന് ഇവിടെ ഒന്നും ഇല്ല കൈസ്. ആക്ച്വലി നമ്മുടെ കൃഷി വളർന്നിട്ടുണ്ട് കൈസ്. ഇത് മുഴുവൻ അങ്ങ് നടാം. ഇവിടെ ഒരിടത്തും കൂടി നടാം. പൊട്ടാറ്റോയും കിട്ടി കൈസ്. നമുക്ക് ഇത് ഇവിടെ തന്നെ കൃഷി ചെയ്യാം. ഇത് മുഴുവൻ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് സെറ്റാകാം കൈസ്. ഓൾസോ ഒരു വാട്ടർ ബക്കറ്റും കൂടി കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായേനെ. ഇച്ചിരി മാറി ഒന്ന് മൈൻഡ് ചെയ്യുന്നതാണ് കൈസ് എപ്പോഴും നല്ലേ. എന്നാലും എന്തെങ്കിലുമൊക്കെ സ്പോൺ ആയിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. എഗൈൻ ഗൈസ് സ്പൈഡർ സ്പോൺ ആയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ അവനവൻ്റെ കുടുംബക്കാരനെയും കൂടി വിളിച്ചോണ്ടാണ് യേശു വന്നിരിക്കുന്നത്. കൊല്ലാം. അടിച്ചവന്മാരെ ചാടില്ലായിരിക്കും അല്ലേ? അടിക്കോ. എടാ എനിക്ക് ഒന്നാമത്തെ ഇഷ്ടമില്ലാത്ത സാധനം 8 കയറി പോ ചാവട അങ്ങോട്ട്. അതിനോട് പശു നീ കയറി വന്നേക്കരുത്. എടാ എന്നെ കൊല്ലാൻ നോക്കുന്നു. അവിടെ നാണമുണ്ടോ? ഓഫ് ഏശു എൻ്റെ അടുത്തോട്ട് പോയ അപ്പം അടിയാണ് യേശു. ഓക്കെ ഒന്നും കിട്ടിയില്ല കേട്ടോ. അഗൈൻ ജസ്റ്റ് വന്ന് ഗൈസ്. റാബിറ്റ് ഹൈഡ് 3 ബോൺ 3 കോൾ. അപ്പോൾ ഞാൻ എന്താണേലും ചിന്തിച്ചിട്ടേ എനിക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി ഗൈസ്. ഇപ്പം നമുക്കിവിടെ ഇത്രയും ആനിമൽസ് അല്ലേ ഉള്ളൂ. നമുക്ക് വാണ്ടറിങ് ട്രേഡറൊക്കെ വേണമെന്നുണ്ട്. അതായത് ഈ ഗാർബേജൊക്കെ കുറച്ച് എമറാൾഡൊക്കെ സെറ്റാക്കാൻ പറ്റുന്ന വേണമെങ്കിൽ ഇനി അതുപോലെ തന്നെ കുറച്ച് ആനിമൽസൊക്കെ വേണമെങ്കിൽ നമുക്കൊരു സ്പോണിങ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം ഗൈസ്. അതങ്ങ് ഉണ്ടാക്കിയാലോ ഗൈസ് നമുക്ക്? എന്നാലല്ലേ എല്ലാം ശരിയാവുള്ളൂ. കുറച്ച് ഗൈസ് നമുക്ക് എത്ര ഡേർട്ടും കൂടി ഉണ്ടെന്ന് നോക്കാം. 19 ഡേർട്ടേ ഉള്ളല്ലേ. വേറെ ഒന്നും ഞാൻ എവിടെ കൊണ്ട് വെച്ചിട്ടില്ലല്ലോ. ഇല്ല ഗൈസ് 19 ഡേർട്ടേ ഉള്ളൂ. അപ്പോൾ അതും കൊണ്ട് നടക്കാൻ ചാൻസ് കുറവാണ്. എനിവേ ഉള്ളതും കൊണ്ട് നമുക്ക് സെറ്റാക്കാം. വേറെ ഇല്ലല്ലോ. ഇല്ല ഗൈസ് 19 ഡേർട്ടേ ഉള്ളൂ. ഓൾസോ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ വെക്കാം ഗൈസ്. അവന് എന്താ സ്പോൺ ബ്ലോക്കിൽ നിന്ന് ഇത്ര ഇത് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അങ്ങനെ എങ്ങാണ്ട് എന്തോ ഉണ്ടായിരുന്നല്ലേ. സ്പോൺ ബ്ലോക്കിൽ നിന്ന് ഇത്ര ബ്ലോക്സ് കഴിഞ്ഞിട്ടേ ആനിമൽസ് സ്പോൺ ആവുള്ളൂ. അങ്ങനെ എന്തോ കൊണ്ട് ഉണ്ടായിരുന്നല്ലോ ഗൈസ്. ഇനി എന്നതാണോ ആവും. നല്ലൊരു കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങ് കുറച്ചൊന്ന് ദൂരെ പോവായിരുന്നു. ക്രാഫ്റ്റിംഗ് ടേബിൾ. ഓ അപ്പോൾ ഇത് സ്ലാബ് ആക്കാൻ പറ്റുന്ന സാധനമല്ല. ഇത് എന്നാ സാധനം? ഇത് പുതിയ അപ്ഡേറ്റ് വല്ലതും വന്നതാണോ? അറിയാവുന്നവരുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കത് എന്നാ സാധനം ഒന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് ഞാൻ ഇതുവരെ ആണെങ്കിൽ കണ്ടിട്ടില്ല ഗൈസ്. അത് എനിക്കിങ്ങനെ ഡൗട്ട് വന്നേ. തൽക്കാലം ആൻഡസൈറ്റ് വെക്കാം. ഓൾസോ കുറച്ച് ലാവ ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു കോബിൾ സ്റ്റോൺ ലാവ കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് കോബിൾ സ്റ്റോൺ ഇതുണ്ടാക്കായിരുന്നു ഗൈസ്. കോബിൾ സ്റ്റോണിൻ്റെ എന്ത് തേങ്ങ? ജനറേറ്റർ ഗൈസ്. കോബിൾ സ്റ്റോൺ ജനറേറ്റർ. ഞാൻ കുറച്ചൊന്ന് ബിൽഡ് ചെയ്തിട്ട് വരാം. ഓക്കെ നമ്മളാണ് അത്രയും നീട്ടത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ അത് പോരെ കുറച്ചും കൂടി നീട്ടം വേണം. അതിനുവേണ്ടി അപ്പോൾ നമുക്ക് ഏത് ബ്ലോക്ക് എടുക്കാം? ആക്ച്വലി കോബിൾ സ്റ്റോൺ എടുത്താൽ മതിയായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ കോബിൾ സ്റ്റോൺ നല്ല പ്രഷ്യസ് ആണ് ഗൈസ്. അതുകൊണ്ടാണ് ഗ്രാനൈറ്റ് എടുക്കാം ഗൈസ്. കാരണം കോബിൾ സ്റ്റോൺ ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളെ സംബന്ധിച്ച് നല്ലൊരു നഷ്ടമാണ് ഗൈസ്. ബാക്കിയും കൂടി ഞാൻ ബിൽഡ് ചെയ്യാം. ഓക്കെ നമ്മൾ ഇത്രയും ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത്രയും ദൂരം കൊണ്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്പോൺ ആവാൻ വേണ്ടി നമ്മളപ്പോൾ എവിടെ നിൽക്കണം? അത് ഞാനിപ്പോഴാണ് ഓർത്തത്.
നേരത്തെ ഓർക്കാൻ ചെറുതായിട്ടൊന്നും മറന്നുപോയി ഗൈസ്. എനിക്ക് കുഴപ്പമില്ല ഗൈസ്. അത്രയും സ്ലാബ് ഞാൻ അവിടെ തീർക്കണ്ടായിരുന്നു. കാരണം നമുക്ക് കുറച്ച് മാറിയൊരു ലെഫ്റ്റ് സൈഡിലോട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലാണെങ്കിൽ ഒരു സ്ഥലം നീറ്റാക്കി എടുക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മനസ്സിലാക്കി തരാം ഗൈസ്, പേടിക്കണ്ട. നീ വളരെ സൂക്ഷിച്ചു വേണം ഗൈസ്, കാരണം നമ്മുടെ കയ്യിൽ പ്രഷ്യസ് സാധനങ്ങൾ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു താഴത്തോട്ടൊക്കെ ഒരു ചാട്ടം വരുന്നത്. ഗൈസ്, അപ്പം ഞാൻ അവിടെ ചെറിയൊരു പ്ലാറ്റ്ഫോം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ. പക്ഷെ അതിൻ്റെ അത്ര ചെറിയ പ്രശ്നമുള്ളത്, പ്ലാറ്റ്ഫോം കുറവാണ് ഗൈസ്. ചെറിയ പ്ലാറ്റ്ഫോമേ ഉള്ളൂ. ഇനിയും മൈൻ ചെയ്താലേ ഞങ്ങൾക്ക് ഡേർട്ട് കിട്ടത്തുള്ളൂ. ഓൾസോ എനിക്ക് തോന്നുന്നു ഗ്രാസ് ബ്ലോക്കിലെ ഇത് സ്പോൺ ആവുള്ളെന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല അത് എന്താണെങ്കിലും ഗൈസ്. ഞാനിതവിടെ വെക്കാൻ പോവുകയാണ് ഗൈസ്. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഇവിടെ വെച്ച് ഗൈസ്. ഇനി അത് പതിയെ സ്പ്രെഡ് ആയിക്കോട്ടെ. എൻ്റെ ഇൻവെർട്ടറി കംപ്ലീറ്റ് ഞാൻ കാലിയാക്കിയിട്ട് ഗൈസ് ഈ നടക്കണം. കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ ഗൈസ്. എൻ്റെ അമ്മ ഞാൻ എത്ര വട്ടം ഒരു കാര്യമില്ലാണ്ട് ചത്തു. യാതൊരു കാര്യമില്ലാണ്ടാണ് ഗൈസ് കുറേ വട്ടം ഞാൻ ചത്തത്. കുറേ ലൂട്ടും പോയി കിട്ടി. ഇവിടെ ഒരു ടോർച്ച് ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ അവിടെ കൊണ്ടുവച്ചു. ഇനി ഇത് രണ്ടും എടുക്കാം. എങ്ങോട്ടാണ് എന്നെ തട്ടിക്കൊണ്ട് പോണേ? തള്ളി തള്ളി കൊണ്ടുപോവാണ് ഈ സൊന്ന്. അവിടെ ഒരു ടോർച്ച് ഞാൻ വെച്ചു. പക്ഷെ ഇവിടെ വെക്കണം, അല്ലെങ്കിൽ വേണ്ടേ ഇവിടെ വെക്കാം. നമുക്ക് വഴിയും കൂടി ഒന്ന് സ്പോൺ പ്രൂഫ് ചെയ്യാം ഗൈസ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ വന്നിട്ട് നൈറ്റ് സ്പോൺ ആവും ഗൈസ്. സോംബീസ് ആൻഡ് അവരുടെ വളരെ അടുത്ത ബന്ധുക്കളും. അഗൈൻ ഗൈസ് വന്നിരിക്കുകയാണ്. ഒരു മൊയിലൻകുട്ടി വന്നു. അതിനെന്നെ ഉണ്ട്. അല്ല, ഒന്നല്ല 3 ഉണ്ട്. അത് ഓർമ്മട്ടേക്കാം ഗൈസ്. പോവാണെങ്കിൽ പോട്ടെ. ഒന്ന് അതിൻ്റെ ഉള്ളിൽ ചെന്ന് ആടും. നിനക്കൊക്കെ ഒരുത്തം വളരെ ആൻസറിനോടെ പോയി. അവനത്തല്ല, അവൻ ഇവിടെ ഒന്നും വന്നില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ ആടിക്കണം ഗൈസ്. അതേ നിൽക്കണ്ട കുരുത്തം കെട്ടവൻ. നീ ചാവടാ ചാവ്. നല്ല മൊയിലിറച്ചി കിട്ടി ഗൈസ്. അതും മൊയിലിറച്ചി തന്നെ. മര്യാദയ്ക്ക് അങ്ങോട്ട് ചെന്ന് കയറാൻ പറഞ്ഞപ്പോൾ കയറിയില്ല. മൊയിലിറച്ചി വെട്ടി ഞാൻ പെട്ടിയിലാക്കിയിട്ടുണ്ട്. കളിക്കാം. പിക്കൈസ് പൊട്ടി ഗൈസ്. വേറെ ഉണ്ടാക്കണം. സ്റ്റിക്ക് വേണം ഗൈസ്. 3 മതി ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഒരെണ്ണോടെ വെക്കാം. ഓൾസോ പ്ലാങ്ക്സ് കൃത്യനുണ്ട്. എല്ലാം കൃത്യം ഇനി ഞാൻ ഇൻവെൻട്രി വെക്കത്തുള്ളൂ ഗൈസ്. അല്ലാണ്ട് എനിക്ക് വയ്യ ചുമ്മാ ചത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനവും പോയി. എന്താ അവസ്ഥയെന്ന് അറിയാം. ഭയങ്കര വിഷമമാണ് ഈ സാധനങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ. സ്ഥിരം ഇത് കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും ഗൈസ്. കാരണം നമ്മുടെ കഷ്ടപ്പെട്ട് ഒന്നാമത്തെ നോർമൽ വേൾഡിലാണ് ഇത്രയും വിഷമമില്ല. കാരണം എന്താണ് ഈസി ഒപ്പിക്കാൻ. 1 ബ്ലോക്ക് പോലത്തെ വേൾഡിലൊക്കെ പോയി ചത്തിട്ടുണ്ടെങ്കിലോ എന്ത് നഷ്ടമായിരിക്കും ഗൈസ് നമുക്ക് വരുന്നത്. ചെസ്റ്റ് പൊട്ടിക്കാനാണ് ഗൈസ് ഏറ്റവും ടൈം എടുക്കുന്നത്. ഗൈസ് നമുക്ക് ഒരു ചെസ്സിൻ്റെ പുറത്തൊരു ലവ് ഒക്കെ പോകുന്ന ഒരു ബെനവലൻ ഗിഫ്റ്റ്. ഇതെന്താ MT മാപ്പ്. ഇത് ഒരുവിധം നല്ല സാധനമാണ് ഗൈസ്. ഓൾസോ നമുക്ക് ഡാർക്ക് ഓക്കിൻ്റെ സാപ്ലിങ്സ് കിട്ടി. ഡേർട്ടും കിട്ടി. ഡേർട്ട് ഗൈസ് നമുക്ക് അവിടെ കുറച്ച് അത്യാവശ്യമുണ്ട്. ഒരു 5 ഇവിടെ വെക്കാം കഴിച്ചിട്ട് ബാക്കിയുള്ളത് അവിടെ കൊണ്ട് വെക്കാം. സാപ്ലിങ്സ് ഒക്കെ ഡാർക്ക് ഓക്ക് നേരത്തെ കിട്ടിയതായിരുന്നു ഗൈസ്. ഓൾസോ ഞാനത് മറന്നുപോയി ഗൈസ്. ഗ്രാസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഏത് സൈഡിലോട്ട് വെക്കാം? ഈ ഒരു സൈഡിലോട്ട് വെക്കാം ഗൈസ്. സ്പോൺ ആവോ
അത്യാവശ്യം പ്രോഗ്രസ് ഉണ്ടായി ഗൈസ്, കുഴപ്പമില്ല. ഉഫ്, അത്രയും നല്ല വഴി കിടന്നിട്ട് ഞാൻ അതിന് മരത്തിൻ്റെ വഴി ചുറ്റിപ്പോയി. ഓ, അടുത്ത ഫേസ് വന്നു ഗൈസ്. അപ്പം ഇനി സ്റ്റോണൊക്കെ കുറവായിരിക്കും ഗൈസ്. ഞാൻ കഴിച്ച ഇവിടെ കുറേ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞോണ്ടിരുന്നു. പക്ഷെ റെക്കോർഡ് പോസാക്കിയിട്ടാന്ന് തോന്നുന്നു ചേച്ചി ഞാൻ പറഞ്ഞേ. ഇപ്പോഴാണ് ഞാൻ ഓണാക്കിയിട്ടുണ്ട് ചേച്ചി. അടുത്ത മരവും വന്നു. നമ്മൾ അടുത്ത ഫേസ് എത്തി ചേച്ചി. ഞാനത് റെക്കോർഡ് പോസ് ചെയ്തിട്ടാന്ന് തോന്നുന്നു ചേച്ചി കുറേ കാര്യങ്ങൾ പറഞ്ഞേ. എൻ്റെ കാര്യം ഇതെന്ത് തേങ്ങ? ഓ, സ്നോലാൻഡ്. ഐസ്റ്റുണ്ട്ര. ഇവിടെ വരുമ്പോൾ നമുക്ക് തന്നെ ഷവലും കൂടെ എടുക്കണം. ഷവലില്ലല്ലോ, ഒരു പൊട്ടാറായ സാധനമുള്ളൂ. വേണ്ട, നമുക്ക് 2 ക്രാഫ്റ്റ് ചെയ്യാം. ഷവൽ വെച്ച് മൈൻഡ് ചെയ്യാം. ഇതാണ് പിന്നെ പെട്ടെന്ന് ഇവിടുന്ന് പൊട്ടിപ്പോകും ഗൈസ്. ഇവിടെ സ്പ്രൂസ് കിട്ടുമെന്ന് തോന്നുന്നല്ലേ? ഇത് സ്പ്രൂസ് അല്ലേ? അതെ, ഇവിടെ സ്പ്രൂസ് കിട്ടും. ഇത് വളരെ നല്ല കാര്യമാണ്. ഇവിടെ അല്ലേ മറ്റേ സാധനമൊക്കെ സ്പോണാവുന്ന? എന്നാ എൻ്റെ പേരെന്നാ? പോളാർ ബിയർ, കരടി, തണുത്ത കരടി. ഓ, അമിത്തിസ്റ്റൊക്കെ ഇവിടെ കിട്ടുമോ? അതെങ്ങനാ? അമിത്തിസ്റ്റൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുമായിരുന്നോ ഗൈസ്? എനിക്കറിഞ്ഞു. ഓ, ഗോൾഡ് കിട്ടി ഗൈസ്. അങ്ങനെ എനിക്ക് ഗോൾഡ് മൈൻ ചെയ്യണമെങ്കിൽ ഐ തിങ്ക് ഇത് വേണം ഗൈസ്. അയൺ പിക്കാക്സ് വേണം. യെസ്, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓൾസോ അയൺ സ്മെൽറ്റ് ചെയ്യണം ഗൈസ്. അതിനുള്ള സാധനങ്ങൾ ഞാൻ ഇപ്പം നിലവിൽ ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് ഇപ്പം ഉണ്ടാക്കാം ഗൈസ്. ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ട് വരാം. ഓ, വാട്ട് ഗൈസ്, ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തു. മൊത്തം കോബിൾ സ്റ്റോണും പോയി ഗൈസ്. ഫർണസായി. എടാ, എന്താണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എടാ, മൊത്തം സാധനം പോയടാ. മൊത്തം കോബിൾ സ്റ്റോണും ഫർണസായി. എന്ത് കഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കാതെ ചെയ്യുന്നത്. സ്നോ ബ്ലോക്ക് ആക്കി എടുത്ത് വെക്കാം ഗൈസ്. ആൻഡ് ബാക്സിന് എൻ്റെ മണ്ടേന്ന് പറഞ്ഞോടെ എടുക്കാം. കുഴപ്പമില്ല, സ്പോട്ട് ആണെങ്കിൽ പോയത് പോയി. ഇനിയിപ്പോൾ അതിനെ ഓർത്തിരുന്നിട്ട് കാര്യമില്ല. ഇത് എത്രാമത്തെ വട്ടമാണ് ഗൈസ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ കാണിക്കണേ? ആൻഡ് മൊത്തം അങ്ങ് സ്മെൽറ്റ് ചെയ്ത് വെക്കാം ഗൈസ്. ഈ ഒരു കോളും കൊണ്ട് സ്മെൽറ്റ് ആവുന്ന അത്രയാണ് സ്മെൽറ്റ് ആവട്ടെ. അഡ്വാൻസ്മെന്റ് കിട്ടിയ അടുത്ത അഡ്വാൻസ്മെന്റ് കിട്ടിയ അവർ ഫസ്റ്റ് ഗോൾഡ് ഗൈസ് മൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് കളക്ട് ചെയ്യട്ടെ. അല്ലാണ് അത് ഇവിടെ വെക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കാണാതെ വന്നവരാണെങ്കിൽ ഈ ചെസ് ഞാൻ എന്തിനാ ഒരെണ്ണം മാത്രം പൊക്കത്തി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇടയ്ക്കാഴ്ച ഇവിടെ ഒരു ക്രീപ്പർ സ്പോണായിട്ടുണ്ടായിരുന്നു. അത് ഇവന്മാർക്കൊക്കെ വീട്ടിലെങ്ങനെ ഇരുന്നു. അപ്പോൾ എന്നെ കൊല്ലാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് പറഞ്ഞു ഗായ്സ്. ഒരെണ്ണം അല്ല, ഇത് 2-3 ഉണ്ട്. ജസ്റ്റ് ഒന്ന് ആക്സസ് ചെയ്യും. ചത്ത്. അയ്യോ, പോയി ചാവടാ. നാണോടാ നിനക്കൊക്കെ. ഒരാളെ കൊന്നു ഗൈസ്. ഓ, കൊന്നു ഗൈസ്. പണ്ടായ സ്ലോനെസ്സും കിട്ടി. അയ്യോ, നമ്മുടെ റിസോഴ്സസ് ഒക്കെ ഒന്ന് വേഗം എടുക്കട്ടെ. അയ്യോ, അയൺ പിക്കാക്സ് ആണ് ഈ സെറ്റ് വേണ്ടേ?
ഓ കിട്ടി ഗൈസ്, അയൺ പിക്കാക്സ് കിട്ടി. ഒന്ന് പേടിച്ച് വെച്ചാൽ ഞാൻ ഇൻവെർട്ടറി കണ്ടില്ലായിരുന്നത്. അഗൈൻ മൈനിങ്. ഓക്കെ നമുക്ക് ഗോട്ടിനെ കിട്ടി, പക്ഷേ ഇതുങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? എനിക്ക് തോന്നില്ലുണ്ടെന്ന്. വേണം കിടക്കട്ടെ ഗൈസ്, നമുക്ക് വേണമെങ്കിൽ പിന്നെ കൊല്ലാം. പക്ഷെ ഇവന്മാരെ ഞാൻ അടിച്ചാ ചിലപ്പോൾ ഇവന്മാരെ എന്നെ കൊല്ലും. ഇവന്മാരെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഇല്ലെന്ന് തോന്നി. സൗണ്ട് ഞാനാണെങ്കിൽ കൊല്ലാൻ പോവുകയാണ്. കൊന്നിട്ട് പോലും ഒന്നും കിട്ടിയില്ല. തണ്ടർ സ്റ്റോം ആണ് ഗൈസ്. കിടന്നുറങ്ങായിരുന്നു. ഇറങ്ങാനുള്ള വോൾ ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ഒരു ബ്രൗൺ വോൾ ഉണ്ട്. 2 അയൺ ഇങ്കോട്ട് കിട്ടിയിരുന്നെങ്കിൽ ഷെയർ ചെയ്ത് ഇതിൻ്റെ അകത്തൊന്നും 2 കിട്ടില്ലായിരുന്നോ? ഇത് മൊത്തം ക്രാഫ്റ്റ് ചെയ്യേണ്ട ഗൈസ്. നമുക്ക് കൊണ്ടാണ് ഓരോരുത്തർ ഒരെണ്ണം വെച്ചാൽ മതി. ബാക്കി എടുത്ത് അപ്പടിക്കകത്തോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം ഗൈസ്. ഓഹ് കിട്ടി, 2 കിട്ടി ഗൈസ്. ഒരു ബെഡ് ഉണ്ടാക്കിയ അവിടെ അല്ല റീസ്പോൺ സെറ്റ് ചെയ്യണം ഗൈസ്. അതാണ് ഈ ഏറ്റവും അത്യാവശ്യം. താങ്ക്സ് ഇല്ല അല്ലേ. ഓക്കെ നമ്മൾ ബെഡ് ആണെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെ വെക്കും? ഇവിടെ വെക്കണ്ട ഗൈസ്, കാരണം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സോംബിസ് പോകണമാകുമ്പോഴത്തേക്കും ഉറങ്ങാൻ പറ്റില്ല. വേറെ എവിടെയായിരിക്കും ഗൈസ് നല്ല സ്ഥലം? ഈ അവസരത്തിലോട്ട് ഇങ്ങനെ വെക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ അടുത്ത അഡ്വാൻസ്മെൻറ്റും പിടിച്ചു. ഈ വീഡിയോ 3 കിട്ടിയ നമുക്ക് അഡ്വാൻസ്മെൻറ്റ്. നമ്മുടെ വീറ്റൊക്കെ ഇവിടെ ഇതായിട്ടുണ്ട്. ഇപ്പം പുറയിലോട്ട് അങ്ങനെ നീങ്ങിയിരുന്നെങ്കിൽ ചത്തനെ ഗൈസ്. അടുത്ത ഗൈസ് ഞാനാണ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള ഗൈസ്. നമുക്കാണ് എല്ലായിടത്തും വെക്കാം. മെയിനായിട്ട് അയൺ പിക്കാക്സ് എടുത്തോട്ടെ ഗൈസ്. ബാക്കി എന്ത് പോയാലും നോ ഇഷ്യൂ. അയൺ പിക്കാക്സ് പോയിട്ടുണ്ട്, ഭയങ്കര വിഷമമാണ് ഗൈസ്. അപ്പം നല്ല പണിയിട്ട് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഒപ്പിച്ചതല്ലേ ഗൈസ്. എനിവേ ഈ പശു എന്താണ് ഇവിടെ നിൽക്കണേ? അവന് ഔട്ട്രോയിൽ നിൽക്കണമെന്ന് തോന്നുന്നു ഗൈസ്. എനിവേസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. എല്ലാവർക്കും ഒരു ഗുഡ് ബൈ ഗൈസ്.